നമ്മൾ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ചിത്രമൊക്കെ വരയ്ക്കാനായിട്ട് കളർ ബോക്സ് ഓപ്പൺ ചെയ്താൽ അതിലെ എല്ലാ കളേഴ്സും നമ്മൾ ഉപയോഗിക്കും. ചുവപ്പ്, നീല, മഞ്ഞ, പച്ച, അങ്ങനെ എല്ലാം. ഒരേ ഒരു കളർ മാത്രം നമ്മൾ അതിൽ തൊടത്തില്ല, വൈറ്റ്. എന്താ? നോർമൽ പേപ്പറിൽ വെള്ളം കൊണ്ട് വരച്ചാൽ അതറിയാൻ പറ്റത്തില്ല. വെള്ള നിറം കൊണ്ട് വരച്ചിട്ട് ഒരു ഉപയോഗവും ഇല്ല. നമുക്ക് തോന്നും വൈറ്റ് യൂസ്ഫുൾ അല്ലെന്ന്. ഇവിടെ പ്രോബ്ലം ആ വൈറ്റ് കളറിൻ്റെതല്ല, അത് വരച്ച ബാക്ക്ഗ്രൗണ്ടിൻ്റെതാണ്. എന്താ, നിങ്ങളൊരു ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് വൈറ്റ് കളർ കൊണ്ടൊന്ന് വരച്ചു നോക്കിയേ, ആ മൊത്തം ചിത്രം തിളങ്ങും. സത്യം ഇതാണ്. ഒരു വെള്ള ചാർട്ട് പേപ്പറിനെ ഭംഗിയാക്കാനായിട്ട് എല്ലാ നിറങ്ങളും നമുക്ക് വേണ്ടി വന്നു. എന്നാൽ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പറിനെ ഭംഗിയാക്കാനായിട്ട് വെറും വൈറ്റ് കളർ മാത്രം മതി. സോ വാട്ട് ചേഞ്ച്ഡ്? കളേഴ്സ് അല്ല, അത് ഇരുന്ന സ്ഥലം. ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ബെസ്റ്റായി വർക്ക് ചെയ്യും, സൈലൻ്റായി ട്രൈ ചെയ്യും, ആരും നമ്മളെ നോട്ടീസ് ചെയ്യില്ല, ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ടാലൻ്റ് ഇല്ല, നമ്മളൊന്നിന് കേപ്പബിൾ അല്ല എന്നൊന്നുള്ളതല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് വി ആർ ഇൻ ദ റോങ് ബാക്ക്ഗ്രൗണ്ട്, റോങ് സർക്കിൾ ആൻഡ് റോങ് എൻവയോൺമെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ടൈം വരും, സ്പേസും വരും. അപ്പോൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ അങ്ങ് തിളങ്ങും.